എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്നതാണ് നമ്മുടെ ആക്സസ് കൺട്രോളിൻ്റെ പാനല്. ഇതാണ് നമ്മുടെ ആക്സസ് കൺട്രോളിൻ്റെ ഒരു കണക്ഷൻ ഡയഗ്രാം. ഇത് കണ്ടില്ലേ, ഈ നോബ്സ് ആണ് നമ്മുടെ റീഡറിൽ നിന്നും പുഷ് ബട്ടൺ ബ്രേക്ക് ക്ലാസ്സിൽ നിന്നൊക്കെയുള്ള നോബ് കേട്ടോ. ഈ ഒരു കേബിൾ കണ്ടില്ലേ, ഈ ഒരു കേബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് കേട്ടോ. ഈ കേബിള് ഫയറിന്റെ കേബിൾ കേട്ടോ. ഇതാണ് നമ്മുടെ BMSന്റെ റിലേ. ഇതാണ് നമ്മുടെ കാർഡ് റീഡറിന്റെ കണക്ഷൻ. ഇത് നമ്മുടെ ലോക്കിന്റെ കണക്ഷൻ, നമ്മുടെ ഡോർ കോണ്ടാക്ട്, ഇത് നമ്മുടെ ബ്രേക്ക് ഗ്ലാസ്, ഇത് നമ്മുടെ പുഷ് ബട്ടൺ, ഇത് ഡോർ കോണ്ടാക്ട്, ഫയർ അലാറം. ഈ നോബാണ് നമ്മുടെ ഈ സാധനം. ഏത് നെറ്റ്വർക്ക്, ആക്സസ് കൺട്രോളിൽ നെറ്റ്വർക്ക്. ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് ലൈനാണ് നമ്മുടെ 230 വോൾട്ട് വരുന്നത്. ഇത് ഓണാക്കി കഴിഞ്ഞാൽ 230 ഇതിലേക്ക് വരും. എന്നിട്ട് ഈ റിലേ ത്രൂ 12 വോൾട്ട് ഇങ്ങോട്ട് വരും കേട്ടോ. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കണക്ഷൻസ് ഡയഗ്രാം ഉണ്ടാവും. ഈ ഒരു മൊഡ്യൂൾ നമ്മൾ സെപ്പറേറ്റ് വെച്ചതാണ് BMS ഇന്റർഫേസ് ചെയ്യാൻ വേണ്ടി. ഇത്രയുള്ള നമ്മളൊരു കൺട്രോൾ പാനലിന്റെ ചെറിയൊരു കണക്ഷനാണ് കേട്ടോ. ഏതാ പാനല് കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല, ബേസിക് ആയിട്ടുള്ള സൊല്യൂഷനാണ്. ഈ ഒരു സ്പേസ് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ റിലേ വെക്കാനും, ഞാൻ അഡീഷണൽ ബാറ്ററി ഒക്കെ വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി വെക്കാനും. ഈ ഭാഗത്താണ് ബാറ്ററിക്കായിട്ടുള്ള കണക്ഷൻ. കണ്ടില്ലേ, ഇതാണ് വീഗന്റെ റീഡേഴ്സ് കണക്ട് ചെയ്യാനുള്ള സ്ലോട്ട് മോൾ ഭാഗം. ഇവിടെയാണ് നമ്മുടെ RS485 റീഡർ കണക്ട് ചെയ്യാനുള്ളത്. ഈ രണ്ട് നോബായിരിക്കും ബാറ്ററി. നമ്മളിപ്പോൾ ബാറ്ററി കണക്ട് ചെയ്തിട്ടില്ല, ബാറ്ററി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ട് ചെയ്യാനുള്ളത്. ഇത്ര ഉള്ളൂ മച്ചാമാരെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.